വിലക്കയറ്റം നേരിടാൻ ജനങ്ങൾക്ക് പുതിയ സാമ്പത്തിക നയങ്ങൾ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത രീതിയിൽ വിമർശിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജനങ്ങളോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിന്റെ തെളിവുകളാണ് എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി എക്സ്പോസ്റ്റിലൂടെയാണ് കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറയ്ക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരുന്നു. ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ച നരേന്ദ്രമോദി വിലക്കയറ്റം തടയുന്നതിനായി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്നാണ് മോദി ആവശ്യപ്പെട്ടത്. ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. സ്വർണം വാങ്ങരുത്, വിദേശത്ത് പോകരുത്, പെട്രോൾ ഉപയോഗം കുറയ്ക്കണം, മെട്രോ ഉപയോഗിക്കണം, വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. 12 വർഷത്തിനുള്ളിൽ അദ്ദേഹം രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത് ഇത്തരമൊരു അവസ്ഥയിലാണ്. എന്തു വാങ്ങണം, എന്തു വാങ്ങരുത്, എവിടെ പോകണം, എവിടെ പോകരുത് എന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നു. ഓരോ തവണയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. ഭരണപക്ഷത്തിനെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ആഹ്വാനം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 10 വർഷത്തിലധികമായി മോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ടും ഇതുവരെയും രാജ്യത്ത് ഒരു പ്രതിസന്ധിയെ നേരിടാനുള്ള ശേഷിയില്ല എന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെല്ലാം വെറും പ്രഖ്യാപനങ്ങളായി ഒതുങ്ങുകയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജനങ്ങൾക്കുമേൽ ഇത്രയധികം നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രി ഭരണത്തിൽ പരാജയപ്പെട്ടു എന്ന ആരോപണമടക്കം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്.